Okay Google, please turn on my studio light. Sure, turning the Realme smart plug on. എല്ലാവർക്കും നമസ്കാരം. ടെക് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റിയൽമിയുടെ ഒരു സ്മാർട്ട് പ്ലഗ് ആണ്. ഈ സ്മാർട്ട് പ്ലഗ് ഉപയോഗിച്ച് നമുക്ക് ഏത് ഡിവൈസും, അതായത് ഇതിൽ കണക്ട് ചെയ്യുന്ന ഏത് ഡിവൈസും നമുക്ക് സ്മാർട്ടാക്കി മാറ്റാൻ സാധിക്കും. അലക്സയുടെയും ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെയും സപ്പോർട്ട് ഇതിനുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എവിടെയിരുന്നും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ നിങ്ങൾ പോയി ആ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വായോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമിയുടെ സ്മാർട്ട് പ്ലഗ് വരുന്ന പാക്കേജ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ആ ഒരു യെല്ലോയിഷ് കളറുള്ള പാക്കേജ് തന്നെയാണ് ഇവിടെയും റിയൽമി യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നൈഫ് യൂസ് ചെയ്യുവാണ്. നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ലീഫ്ലെറ്റുകളാണ്. ഒന്നാമതായി ആമസോൺ അലക്സയുടെയും ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെയും ഡോക്യുമെൻറ്റേഷനും, പിന്നെ നമുക്ക് ഈ സ്മാർട്ട് പ്ലഗ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻറ്റേഷനുമാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ സ്മാർട്ട് പ്ലഗ് തന്നെയാണ് അടുത്ത് നമുക്ക് കാണാൻ കിട്ടുന്നത്. ഞാൻ അതിനൊന്ന് പുറത്തെടുക്കുന്നു. ഈ കവറിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കവറിന് മാറ്റി വയ്ക്കുന്നു. നമുക്കിനി സ്മാർട്ട് പ്ലഗിനെ പറ്റി നോക്കാം. ഒരു മിനിമലായിട്ടുള്ളൊരു നല്ലൊരു ഡിസൈനാണിത്. നല്ല ബിൽഡ് ക്വാളിറ്റിയും ഉണ്ട് അതിന്. അതിൻ്റെ ബാക്ക് വശത്തായി റിയൽമിയുടെ ബ്രാൻഡിങ് കാണാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ സ്പെസിഫിക്കേഷനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെ ഒരു QR കോഡും കാണാം. അതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതാണ് നമ്മളിത് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ. പിന്നെ നമുക്ക് 3 പിന്ന് കണക്ട് ചെയ്യേണ്ട സ്ഥലവും കാണാം. അതിൻ്റെ താഴ്ഭാഗത്തായി നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ചെയ്യാവുന്ന ഒരു ബട്ടണാണ്. അത് നമുക്ക് ഈ ഡിവൈസ് ഓൺ ആക്കുന്നതിന് ഓഫ് ആക്കുന്നതിന് വേണ്ടി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകുവശത്ത് സാധാരണയുള്ള ഒരു 3 പിൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് ഒരു സേഫ്റ്റി ഷട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കൈകളൊന്നും ഉള്ളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി ഷട്ടറും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു സ്മാർട്ട് പ്ലഗ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇനി നമുക്ക് ഈ സ്മാർട്ട് പ്ലഗിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചൊന്ന് നോക്കാം. 5 ലെയറായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് റിയൽമി ഇതിന് നൽകിയിരിക്കുന്നത്. അവർ ക്ലെയിം ചെയ്യുന്നത് 750 ഡിഗ്രി വരെ ഉണ്ടാകുന്ന ഹീറ്റ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 100 to 250 വാൾട്ടാണ്. 6 ആംപിയറാണ് നമുക്കിത് പുറത്തേക്ക് തരുന്ന ഔട്ട്. അപ്പോൾ നമുക്ക് സാധാരണ വലിയ കറണ്ട് യൂസ് ചെയ്യാത്ത, അതായത് AC ഒന്നും നമുക്കിതിൽ ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാണ്ടുള്ള ഫാന്, ലൈറ്റുകൾ, TV അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിൽ ഈസിയായി തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് വെറും 74.6 ഗ്രാമാണ്. നമുക്ക് ഈ സ്മാർട്ട് പ്ലഗിനെ വോയിസ് മെസ്സേജ് കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ഓക്കെ ഗൂഗിൾ, പ്ലീസ് ടേൺ ഓഫ് മൈ സ്റ്റുഡിയോ ലൈറ്റ്. Got it, turning the Realme smart plug off. ഓക്കെ ഗൂഗിൾ, പ്ലീസ് ടേൺ ഓൺ മൈ സ്റ്റുഡിയോ ലൈറ്റ്. Okay, turning the Realme smart plug on. കണ്ടോ എത്ര സ്മാർട്ടായിട്ടാണ് നമുക്ക് ഈ സ്മാർട്ട് പ്ലഗിനെ ഉപയോഗിക്കാൻ പറ്റിയതെന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ സൈനിങ് ഓഫ്.